മക്കളെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ PSC ചോദിച്ച കുറച്ച് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെയുള്ളൊരു 3-4 വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതുകൂടെയൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ കുറേ ടൈപ്പ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് ആദ്യത്തെ ചോദ്യം. അപ്പം ഇത് എക്സ്പോണൻസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്, അല്ലെങ്കിൽ കൃത്യംഗങ്ങൾ എന്ന് നമ്മൾ 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നൊരു സാധനമുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, a⁻m ഇൻറ്റു a⁻n എന്ന് പറഞ്ഞാൽ a⁻m + n ആയിരിക്കും. അതേപോലെ a⁻m ഡിവൈഡഡ് ബൈ a⁻n എന്ന് പറഞ്ഞാൽ അത് a⁻m - n ആയിരിക്കും. അതേപോലെ a⁻m ദ ഹോൾ റേസ് ടു n എന്ന് പറഞ്ഞാൽ a⁻m × n അല്ലെങ്കിൽ mn ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇനിയുണ്ട്. എക്സ്പെറൻസുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല, ഇനിയുമുണ്ട്. തൽക്കാലം ഈ ഒരു ചോദ്യത്തിൻ്റെ പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇത്രയും മതി. അപ്പോൾ നമുക്കിനി ഈ ചോദ്യത്തിലേക്ക് വന്നാൽ ഇവിടെ പല ബേസ് ആണ് കിടക്കുന്നത്. ബേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ താഴെ എഴുതുന്ന നമ്പറിനെയാണ് ബേസ് എന്ന് പറയുന്നത്. അതായത് പല ബേസ് ആണ്, 8, 16, 64 അങ്ങനെയാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ ഒരു കോമൺ ബേസിലോട്ട് മാറ്റി എഴുതണം. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഇതെല്ലാം 2ൻ്റെ പവേഴ്സാണ്, 2ൻ്റെ കൃതികളാണ്, അല്ലെങ്കിൽ 2ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് 2⁻1 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 2 ആണ് അല്ലേ. 2⁻2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ആണ്. 2⁻3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 ആണ്. ഇനി ഈ 2⁻1, 2⁻2, 2⁻3 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, 2⁻1 എന്ന് പറഞ്ഞാൽ 2നെ ഒരു പ്രാവശ്യം എഴുതി ഗുണിക്കുന്നു. 2⁻2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2നെ 2 പ്രാവശ്യം എഴുതി ഗുണിക്കുന്നു. എത്ര കിട്ടും? 4. അപ്പോൾ 2⁻3 എന്ന് പറഞ്ഞാൽ 2നെ 3 പ്രാവശ്യം എഴുതി ഗുണിക്കുന്നു. സോറി, അപ്പോൾ എത്ര കിട്ടും? 2 × 2 4, 4 × 2 8. 2⁻4 എന്ന് പറഞ്ഞാൽ 2നെ 4 പ്രാവശ്യം എഴുതി ഗുണിക്കുന്നു. അത്രേ ഉള്ളൂ. അപ്പോൾ എത്ര കിട്ടും? 2 × 2 4, 4 × 2 8, 8 × 2 16. 2⁻4 16, 2⁻5 32, 2⁻6 64. നമുക്കിത്രയും മതി. ഓക്കെ, അപ്പോൾ 8നെ നമുക്ക് എങ്ങനെ എഴുതാം? 2⁻3 എന്ന് എഴുതാം. ഇനി ആ 8⁻3 ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? 2⁻3 ദ ഹോൾ റേസ് ടു 3 ഡിവൈഡഡ് ബൈ 16നെ നമുക്ക് എങ്ങനെ എഴുതാം മക്കളെ? 2⁻4 അല്ലേ. അപ്പോൾ 2⁻4 ദ ഹോൾ റേസ് ടു എന്തുണ്ട്? 2 ഇൻറ്റു 64നെ നമുക്ക് എങ്ങനെ എഴുതാം? 2⁻6 ദ ഹോൾ റേസ് ടു എന്താണ്? ഹോൾ റേസ് ടു എന്താ? ഇവിടെ വല്ലതും ഉണ്ടോ? 2⁻64ന് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. വേണമെങ്കിൽ 1 എഴുതാം, പക്ഷേ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് 2⁻6 എന്ന് തന്നെ എഴുതാം. ഈസ് ഈക്വൽ ടു 4⁻? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നിടത്ത് എന്ത് വരുമെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 4നെ നമുക്ക് എങ്ങനെ എഴുതാം? 2⁻2 ദ ഹോൾ റേസ് ടു ക്വസ്റ്റ്യൻ മാർക്കിന് പകരം വേണമെങ്കിൽ x എഴുതാം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് തന്നെ എഴുതിക്കോ, നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഇപ്പോൾ നോക്കിക്കേ, ഇപ്പോൾ ഇതൊരു ഓർഡറിലായി എന്ന് പറയുമ്പോൾ എല്ലാത്തിൻ്റെയും ബേസ് എന്തായി? 2 ആയി. അപ്പോൾ എന്താണ്? 2⁻3 ദ ഹോൾ റേസ് ടു 3. റൂള് നോക്കിക്കേ, a⁻m ദ ഹോൾ റേസ് ടു n. അപ്പോൾ എന്ത് കിട്ടും? 2⁻9 ഡിവൈഡഡ് ബൈ 2⁻4 ദ ഹോൾ റേസ് ടു 2. അപ്പോൾ mn 4 × 2 2⁻8 ഇൻറ്റു 2⁻6 എന്ത് തന്നെ? 2⁻6 തന്നെ ഈസ് ഈക്വൽ ടു 2⁻2 ദ ഹോൾ റേസ് ടു x, a⁻m ദ ഹോൾ റേസ് ടു n, a⁻mn. അപ്പോൾ നമുക്ക് 2⁻2x എന്ന് എഴുതാം. ഇനി നമ്മൾ നോക്കിക്കേ, ഇത് നോക്കിക്കേ, a⁻m ഡിവൈഡഡ് ബൈ a⁻n. റൂൾ എന്താ? m - n അല്ലേ. അപ്പോൾ 2⁻9 - 8. ഇനി ഇവിടെ നോക്കിക്കേ, 2⁻8 ഇൻറ്റു 2⁻6 അല്ലേ. ഇൻറ്റു വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? പ്ലസ് ചെയ്യണം. അപ്പോൾ +6 ഈസ് ഈക്വൽ ടു 2⁻2x. അപ്പോൾ 9 അപ്പോൾ നോക്കിക്കേ, 2 9 8 കുറച്ചാൽ എത്ര കിട്ടും മക്കളെ?
1. 1ന്റെ കൂടെ 6 കൂട്ടി എത്ര കിട്ടും? 7. 2 raised to 7 is equal to 2 raised to 2x. അല്ലേ? അപ്പോൾ നമ്മൾ ഈ ബേസ് രണ്ടിൻ്റെയും കോമൺ ആയതുകൊണ്ട് ബേസ് നമുക്ക് അങ്ങ് മാറ്റി നിർത്താം. അപ്പോൾ നമുക്ക് എഴുതിക്കൂടെ 2x എന്ന് പറഞ്ഞാൽ 7 ആണ്. 2x 7 ആണ്. പവർ മാത്രമാണ് നോക്കുന്നത്, ബേസ് കോമൺ ആണല്ലോ, അതുകൊണ്ട് അതവിടെ കിടക്കട്ടെ. സോ 7 എന്ന് പറഞ്ഞാൽ 2x ആണ്. 2x എന്ന് പറഞ്ഞാൽ 7 ആണ്. അപ്പോൾ x എന്ന് പറഞ്ഞാൽ എത്ര മക്കളെ? 7/2. എത്ര കിട്ടും? 3.5. സോ ആൻസർ എത്ര? 3.5. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ തന്നിരിക്കുന്നതിൽ അതിവർഷം ഏത്? അതിവർഷം എന്ന് പറഞ്ഞാൽ ലീപ്പ് ഇയർ. നമുക്ക് ലീപ്പ് ഇയർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ 2 ക്രൈറ്റീരിയ ഓർത്തിരിക്കണം. നിങ്ങൾ നോക്കേണ്ടത് തന്നിരിക്കുന്ന വർഷത്തിന്റെ അവസാനത്തെ 2 അക്കം 0 ആണോ? തന്നിരിക്കുന്ന വർഷത്തിന്റെ അവസാനത്തെ 2 അക്കം 0 ആണെങ്കിൽ അതിനെ 400 കൊണ്ട് ഹരിക്കാമോ എന്ന് നോക്കണം. 400 കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ പറ്റുമോ? ശിഷ്ടം വരാതെ. 18നെ 4 കൊണ്ട് ഹരിക്കാൻ പറഞ്ഞാൽ 9/2 എത്ര കിട്ടും? 4.5. അപ്പം ഒരു പൂർണ്ണസംഖ്യ അല്ല നമുക്ക് കിട്ടിയത്. സോ അതുകൊണ്ട് ഇത് ലീപ്പ് ഇയർ അല്ല. അതായത് തന്നിരിക്കുന്ന വർഷം ഒരു സെഞ്ചുറി, അതായത് ഇപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ 1600, 1400, 1500, 1300, 2000, 2200, 2500 ഈ വർഷങ്ങളെല്ലാം എന്താണ്? അവസാനം 2 വരുന്ന, അല്ലെങ്കിൽ ഒരു സെഞ്ചുറി തുടങ്ങുന്നതല്ല, കറക്റ്റ് ഒരു സെഞ്ചുറി തികയുന്നതാണ്. അപ്പോൾ ഒരു സെഞ്ചുറി തികയുന്ന വർഷമാണെങ്കിൽ അതിനെ 400 കൊണ്ട് ഹരിക്കാൻ പറ്റണം. അല്ലാത്ത വർഷമാണെങ്കിലോ, അവസാനത്തെ 2 അക്കം 0 അല്ലാത്തതാണെങ്കിലോ എന്ത് ചെയ്യണം? അതിനെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റണം. ഇപ്പോൾ 1914 ഒരു നമ്പറിനെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കുന്നത് എങ്ങനെയാ? അതിൻ്റെ അവസാനത്തെ 2 അക്കത്തിനെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? 14നെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ ഇതല്ല. 1800 അല്ലാന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. 1936 എടുക്കുമ്പോൾ അതിൻ്റെ അവസാനത്തെ 2 അക്കത്തിനെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റും. 36നെ 4 കൊണ്ട് ഹരിച്ചാൽ 9. സോ ഇത് ലീപ്പ് ഇയർ ആണ്. 1962 അവസാനത്തെ 2 അക്കത്തെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇതും ലീപ്പ് ഇയർ അല്ല. അപ്പോൾ ഈ കൂട്ടത്തിൽ ലീപ്പ് ഇയർ ഏതാണ്? 1936. തന്നിരിക്കുന്ന വർഷത്തെ ലീപ്പ് ഇയർ ആണോ എന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ആ വർഷത്തിന്റെ അവസാനത്തെ 2 അക്കം 0 ആണെങ്കിൽ അതിനെ 400 കൊണ്ട് ഹരിക്കാൻ പറ്റണം. അല്ലാത്ത സംഖ്യയാണെങ്കിൽ, അവസാനത്തെ 2 അക്കം 0 അല്ല എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റണം? അതിനെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റണം. അപ്പം സെഞ്ചുറി സാധാരണ ഒരു വർഷം അവസാനം 2 അക്കം 0 അല്ലാത്തൊരു വർഷമാണെങ്കിൽ 4 കൊണ്ട് ഹരിക്കാൻ പറ്റണം. അവസാനത്തെ 2 അക്കം 0 ആണെങ്കിൽ അതിനെ 400 കൊണ്ട് ഹരിക്കാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ ആ വർഷം ലീപ്പ് ഇയർ ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എത്ര? 1936. സോ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇത് അതേപോലെ ഒരു ചോദ്യമാണ്. താഴെ തന്നിരിക്കുന്നതിൽ അതിവർഷമേത്? ആദ്യം നമുക്ക് നോക്കാം. 1934. അവസാനത്തെ 2 അക്കം 0 അല്ല. അപ്പോൾ 34നെ നമുക്ക് 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ ഇത് ലീപ്പ് ഇയർ അല്ല. 1600 അവസാനത്തെ 2 അക്കം 0 ആണ്. 1600 എടുക്കുന്നു. എന്താ നോക്കണ്ടേ അവിടെ? 400 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? എത്ര കിട്ടും? 4. അപ്പോൾ ഇത് ലീപ്പ് ഇയർ ആണ്. 982 ലീപ്പ് ഇയർ ആണോ? 82നെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല. ഹരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റും. പൂർണ്ണമായും ഹരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ ഇത് ലീപ്പ് ഇയർ അല്ല. 938നെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? പൂർണ്ണമായിട്ടും പറ്റത്തില്ല. അപ്പോൾ ഇത് ലീപ്പ് ഇയർ ഏതാണ്? 1600. അപ്പോൾ ഇങ്ങനെയാണ് ലീപ്പ് ഇയർ കണ്ടുപിടിക്കുന്നത്. മനസ്സിലായോ? യെസ്. സോ അടുത്ത ചോദ്യം. ഒരു മാസത്തിലെ 28ാം തീയതി വ്യാഴാഴ്ചയാണെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ ആ മാസം 5 തവണ വരാൻ സാധ്യതയുള്ളത് ഏത് ദിവസമാണ്? വളരെ സിമ്പിളാണ്. 28ാം തീയതി വ്യാഴാഴ്ചയാണെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഇത് ബുധനാണ് കിടക്കുന്നത്. ഇപ്പോൾ ഞാനിതങ്ങ് വ്യാഴമാക്കുന്നു. അപ്പോൾ ഇത് വ്യാഴം, ഇത് വെള്ളി, ഇത് ശനി, ഇത് ഞായർ. ഞാൻ തൽക്കാലം എൻ്റെ സൗകര്യത്തിൽ ചോദ്യത്തിനനുസരിച്ച് ഞാൻ അങ്ങ് മാറ്റുകയാണ്. അപ്പോൾ ഇത് വ്യാഴം, വെള്ളി, ശനി, ഞായർ. അപ്പം ഒരു മാസത്തെ ഒരു മാസത്തിലെ 28ാം തീയതി വ്യാഴാഴ്ചയാണ്. അപ്പോൾ 28ാം തീയതി വ്യാഴാഴ്ചയാണ്. അപ്പോൾ ഈ 28 കഴിഞ്ഞ് നിങ്ങൾ നോക്കിക്കേ, ഇതുപോലെ ആയിരിക്കത്തില്ലേ? 29, 30, 31. അതായത് ഒരു ടെക്നിക്ക് അങ്ങ് പഠിച്ചാൽ മതി.
28 കഴിഞ്ഞ് വരുന്ന ദിവസങ്ങൾ 29, 30, 31 ദിവസങ്ങൾ 5 പ്രാവശ്യം കാണും. ഏത് കലണ്ടർ എടുത്താലും അത് 29, 30, 31 വേണം. ഇപ്പം എല്ലാ മാസത്തിലും 29, 30, 31 ഇല്ല. എല്ലാ മാസത്തിലും 29, ഫെബ്രുവരിക്ക് മാത്രമേ ഉള്ളൂ എല്ലാ വർഷവും 29 ഇല്ലാത്ത, ലീപ് ഇയർ ആകുമ്പോൾ മാത്രമേ ഉള്ളൂ 29. ബാക്കി എല്ലാ മാസത്തിലും 29, 30 ഉണ്ട്. 31 ചില മാസങ്ങൾക്കേ ഉള്ളൂ. അപ്പോൾ 28 കഴിഞ്ഞ് വരുന്ന ദിവസങ്ങൾ, അതായത് 29, 30, 31 ഈ ദിവസങ്ങൾ ആ മാസത്തിൽ 5 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വരും. അപ്പോൾ 28-ാം തീയതി വ്യാഴാഴ്ചയാണെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ ആ മാസം 5 തവണ വരാൻ സാധ്യതയുള്ളത് ഏത് ദിവസമാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇത്ര ഓർത്തിരുന്നാൽ മതി. 29, 30, 31 ദിവസങ്ങൾ എല്ലാ മാസത്തിലും 5 എണ്ണം കാണും. പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം, ആ മാസത്തിൽ 31 ഉണ്ടെങ്കിൽ, ഇപ്പം എല്ലാ മാസത്തിലും 31 ഇല്ല, ചില മാസങ്ങളിലേ ഉള്ളൂ. അപ്പോൾ അതുകൂടെ നോക്കി വേണം ചെയ്യാനായിട്ട്. ഫെബ്രുവരി ആണെങ്കിൽ 29 മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ ഈ വർഷത്തെ ഫെബ്രുവരിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? ഒരു ദിവസം മാത്രമാണ് 5 പ്രാവശ്യം വരുന്നത്, അല്ലേ? അപ്പോൾ അത് നോക്കുക. അപ്പോൾ ഇവിടുത്തെ ചോദ്യം എന്താണ്? ഒരു മാസത്തിലെ 28-ാം തീയതി വ്യാഴാഴ്ചയാണെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ ആ മാസം 5 തവണ വരാൻ സാധ്യതയുള്ളത് ഏത് ദിവസമാണെന്ന് ചോദിച്ചാൽ, ഇപ്പം വ്യാഴാഴ്ച കഴിഞ്ഞ് 28-ാം തീയതി വ്യാഴമാണല്ലോ, അപ്പോൾ 29-ാം തീയതി വെള്ളി, 30-ാം തീയതി ശനി. അപ്പം ഇതിനകത്ത് വെള്ളി എന്നൊരു ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. പക്ഷേ ശനിയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ശനി. ഇതിനകത്ത് ഞായറില്ല, ഞായർ എന്നൊരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് നിങ്ങൾ അവിടെ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ 30 ദിവസമുള്ള മാസമായിരിക്കാം, 31 ആയിരിക്കും. പക്ഷേ ഞായർ ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അവിടെ കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ല. സോ ആൻസർ എത്രയാണ്? ശനി. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തുവാ? ഒരു മാസത്തിലെ 29, 30, 31 ദിവസങ്ങൾ 5 പ്രാവശ്യം അല്ലെങ്കിൽ 5 പ്രാവശ്യം ഉണ്ടായിരിക്കും. അതൊന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സമചതുരത്തിന്റെ വികർണത്തിന്റെ നീളം 12 സെന്റിമീറ്റർ ആയാൽ വിസ്തീർണം എത്ര? മക്കളെ, ഈ വികർണത്തിന് പറയുന്ന പേരാണ് ഡയഗണൽ. ഓക്കെ, ഇനി ഞാനൊരു ഷോർട്ട് കട്ട് പറഞ്ഞുതരാം. ഡയഗണൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ d²/2 ആയിരിക്കും. അതായത് ഡയഗണലിന്റെ സ്ക്വയർ 12 × 12 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ 6, 12 × 6 72 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. ആൻസർ ഇതാ കിടക്കുന്നു. ഇനി ഇതിന്റെ പുറകിൽ നടക്കുന്ന കാര്യം എന്താണ്? എന്തുകൊണ്ടാണ് ഈ ഒരു ഷോർട്ട് കട്ട് പഠിച്ചു വെക്കുന്നത്? എപ്പോഴും ഷോർട്ട് കട്ടൊക്കെ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. പക്ഷേ എപ്പോഴും ഷോർട്ട് കട്ടിനേക്കാളും നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നിങ്ങളുടെ കോമൺ സെൻസിനാണ്, നിങ്ങളുടെ ലോജിക്കിനാണ്. നിങ്ങൾക്ക് അത് കൺവിൻസ്ഡ് ആവണം, എന്നിട്ട് നിങ്ങൾ ഷോർട്ട് കട്ട് പഠിച്ചു. ഓക്കെ, സോ ഇതാണ് ഒരു സമചതുരം. ഓക്കെ, സമചതുരം എന്ന് പറയുമ്പോൾ നമുക്കറിയാം 4 വശങ്ങളും അതിൻ്റെ തുല്യമായിരിക്കുമല്ലോ. അപ്പോൾ 4 സൈഡും എ ആയിരിക്കും. ഇനി എന്താണ് ഡയഗണൽ എന്ന് ചോദിച്ചാൽ, ഓപ്പോസിറ്റ് സൈഡിലുള്ള 2 കോണുകൾ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന വര. അതായത് ഇവിടുന്ന് ഇങ്ങനെ വരയ്ക്കാം, അല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടും വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഡയഗണൽ എന്ന് പറയുന്നത്. മക്കളെ, നിങ്ങൾ ഈ സൈഡ് നോക്കിക്കേ. ഇതൊരു റൈറ്റ് ആംഗിൾ അല്ലേ, മട്ടത്രികോണമല്ലേ, 90 ഡിഗ്രി അല്ലേ ഈ ആംഗിൾ? അതെ, ഇത് 90 ഡിഗ്രിയാണ്. സോ ഇതൊരു റൈറ്റ് ആംഗിളാണ്. അപ്പോൾ ഇതിനിപ്പോൾ ഞാൻ പേര് കൊടുക്കുകയാണ് PQR. ഈ ത്രികോണം PQR എന്ന് പറയുന്നത് ഒരു റൈറ്റ് ആംഗിൾ അല്ലേ? അതിൽ Q എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾ അല്ലേ? PQR. അപ്പോൾ റൈറ്റ് ആംഗിൾ ആണ്. അപ്പം ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണിത്, അല്ലേ? അപ്പം ഈ സാധനത്തിനെ നമ്മൾ എന്താ വിളിക്കുക? ഈ സാധനത്തിനെ നമ്മൾ എന്താ വിളിക്കുക? ബേസ് എന്ന് വിളിക്കും. റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൻ്റെ ബേസ്. ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? ഓൾട്ടിറ്റ്യൂഡ് എന്ന് വിളിക്കും. ഹൈറ്റ് അല്ലെ ഉന്നതി എന്നൊക്കെ പറയും. ഇതിനെ നമ്മൾ എന്ത് പറയും? ഹൈപ്പോട്ടനസ് അല്ലെങ്കിൽ കർണം എന്ന് പറയും. ഓക്കെ, സോ ഈ ഹൈപ്പോട്ടനസ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? വികർണത്തിൻ്റെ നീളം 12 സെൻറ്റിമീറ്റർ. ഞാൻ അതിനെ D എന്നെടുക്കുന്നു, ഡയഗണൽ എന്നുള്ളത് കൊണ്ട്. D 12 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ D 12 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതിൻ്റെ ഏരിയ എനിക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഇവിടെ നോക്കിക്കേ, ഇത് A ആണല്ലോ. അതെ, അപ്പോൾ പൈതഗോറസ് തിയറം അനുസരിച്ച് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടനസ് സ്ക്വയർ. മക്കളെ, ബേസ് എന്ന് പറഞ്ഞാൽ എന്താ? A അല്ലേ? അതെ, അപ്പം എയുടെ സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? അതും A ആണ്. സോ വീണ്ടും A സ്ക്വയർ ഈസ് ഈക്വൽ ടു ഡയഗണലിൻ്റെ സ്ക്വയർ. ഡയഗണൽ എത്ര ഇവിടെ? 12. 12ൻ്റെ സ്ക്വയർ. സോ A സ്ക്വയറും A സ്ക്വയറൂടെ കൂട്ടി എന്തോ കിട്ടും? 2A സ്ക്വയർ. അപ്പോൾ ഈ 2A സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 12ൻ്റെ സ്ക്വയർ ആണ്. അതായത് 12 × 12 ആണ്. സോ A സ്ക്വയർ എത്ര? A സ്ക്വയർ എത്ര? 12 × 12 ഡിവൈഡഡ് ബൈ, ഇവിടെ ഗുണിച്ചിരിക്കുന്ന 2 അപ്പുറത്ത് പോകുമ്പോൾ ഹരിക്കുന്നു. സോ കട്ട് ചെയ്യുന്നു. എത്ര കിട്ടുന്നു? 72.
അപ്പോൾ ഇതാണ് ഇതിൻ്റെ പുറകിൽ നടക്കുന്നത്. പൈതഗോറസ് തിയറമാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്താണ്? ഇതൊരു ഷോർട്ട് കട്ടായിട്ട് നമുക്ക് പഠിക്കാം. ഏത് സ്ക്വയറിൻ്റെയും ഏത് സമചതുരത്തിൻ്റെയും ഡയഗണൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ അത് d²/2 ആയിരിക്കും. അത് തന്നെ നമ്മളിവിടെ ചെയ്തത്. സോ നിങ്ങൾ ഈ ഒരു കാര്യം മുഴുവൻ മനസ്സിലാക്കിയിരിക്കണം. ഇതിൻ്റെ ബേസ് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇതാണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് അറിയണം. പക്ഷേ നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ഇതേപോലെ സ്ക്വയർ വരച്ച് അതിനകത്ത് നിന്ന് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ടാക്കി ചെയ്യേണ്ട കാര്യമില്ല. അവിടെ നിങ്ങൾ d²/2 എന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പം ഈ ഒരു കാര്യവും കൂടെ നിങ്ങൾ ഓർത്ത് വെച്ചിട്ട് വേണം ഇത് പഠിക്കാനായിട്ട്. ഓക്കെ, സോ ഷോർട്ട് കട്ടുകളൊക്കെ നല്ലതാണ്. പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാത്തിനും മുകളിൽ നിൽക്കേണ്ടത് നമ്മുടെ കോമൺ സെൻസ് ആണ്. നിങ്ങൾ എന്ത് പഠിക്കുമ്പോഴും അത് നിങ്ങൾക്ക് കൺവിൻസ്ഡ് ആയിരിക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ 5 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ 5 ചോദ്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നെങ്കിൽ നിങ്ങൾ 500 ചോദ്യങ്ങൾ ചെയ്ത് കാണണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എത്ര ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അത്രയും ചോദ്യങ്ങൾ ചെയ്യുക, കഴിയുന്നത്ര ക്വസ്റ്റ്യൻസ് ചെയ്യുക, മാക്സിമം എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ സ്ഥിരമായിട്ട് എല്ലാ വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്ന കാര്യങ്ങളാണ്. അതിവിടെയും ഞാൻ ആവർത്തിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ 5 ചോദ്യങ്ങൾ ചെയ്തു. ഇതേപോലെ വീണ്ടും അനേകം ചോദ്യങ്ങൾ നമ്മൾ ഈ ക്ലാസ്സുകൾ, ഇങ്ങനെയുള്ള ക്ലാസ്സുകളിലൂടെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിലൂടെ കാണാം.